അധ്യായം 99 സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും. വഖാലൽ ഇൻസാനു മാ ലഹാ. അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ. അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിന്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്ക് വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായി തീരും. അവൻ പറയും, ഹാ, എന്താണിത്, ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്ക് വരും. അതെ, ഭൂമിക്ക് അതിന് വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. 4-ാം വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിന്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിന്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസായി, തിർമിദി.